ഹായ് ഗായ്സ്, അപ്പം ഞാൻ എങ്ങോട്ട് ഈ ഒരുങ്ങി കെട്ടി പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേറെ എങ്ങോട്ടല്ല ഗൈസ്, നമ്മൾ കുറേ ഷോപ്പിങ്ങിന് പോവാണ്. വേറെ സംഭവം ഒന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ കുറേ നമ്മളെ ബർത്ത്ഡേ ഡ്രസ്സ് ഷോപ്പിങ്ങിനും അതേമാതിരി വേറൊരു സംഭവം കൂടി വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങാനായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വയ്യേ പറയാം. എന്താണ് മറ്റൊരു സംഭവം എന്നുള്ളത് ഞാൻ വയ്യേ പറയാം കേട്ടോ ഗൈസ്. ഇത് പിന്നെ നമ്മളെ ചെറുവറ്റ പോയാണ് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത്യാവശ്യം എല്ലാ സ്ഥലത്തും വെള്ളം കയറലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സുരക്ഷിതമൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ ഗൈസ്. അത് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആദ്യം ഡ്രസ്സ് വാങ്ങാനായിരുന്നു. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങിയതേ ഗേസ് ഓർമ്മയുള്ളൂ. പിന്നെ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പ് ചെയ്യാൻ കയറി. പിന്നെ എൻ്റെ മോന്ത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഡ്രസ്സ് ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് ആണ് ഗേസ് എൻ്റെ മോന്തിൽ കാണുന്നത് നിങ്ങൾ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി. എനിക്ക് ചേച്ചിക്കും ഡ്രസ്സ് വാങ്ങി. നമ്മൾ എപ്പോഴും ഡ്രസ്സ് വാങ്ങാൻ ടോപ്പ് മാളിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ചേച്ചിക്കും കൂടുതലും ഡ്രസ്സ് വാങ്ങാൻ ടോപ്പ് മാളിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന ഡ്രസ്സും നമ്മൾ ടോപ്പ് മാളിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ് ടോപ്പ് മാളിൽ പോയിട്ടുള്ളത്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സിനാണ് ടോപ്പ് മാളിൽ നിന്ന് കിട്ടുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ടോപ്പ് മാളിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് നമ്മൾ പാർക്ക് ചെയ്തെടുത്തുനിന്ന് കാറൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഇളിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആഗ്രഹിച്ച പോലെ ഒരു ഡ്രസ്സ് എനിക്ക് എന്താ പറയുക എൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് കിട്ടി. ഗൈസ് അത്യാവശ്യം നല്ല മഴയും ബ്ലോക്കും ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ ആയിരുന്നു, അതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് എന്താ വെച്ചാൽ നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങാണ്. പിന്നെ മഴ ആയതുകൊണ്ടാണ് ഗേസ് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നത്. ഒരു 10-20 ബ്ലോക്കും നല്ല മയം കിട്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ അടുത്ത സാധനം വാങ്ങാനാണ്. എന്താ സാധനം എന്ന് വെച്ചാൽ ഗേസ് വാഷിംഗ് മെഷീനാണ്. നമ്മളെ കയ്യിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഒരു 9-10 കൊല്ലം മുമ്പായിരുന്നു ഗേസ് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് അത് മാറ്റാൻ അങ്ങനെ നമ്മൾ മാറ്റാൻ വന്നിട്ടുള്ളത് നിഷാനിലാണ് കേട്ടോ ഗേസ്. അടിപൊളിയാണ് നിഷാനിൽ. അവിടുത്തെ എന്താ പറയുക ആൾക്കാരായാലും കാര്യങ്ങളൊക്കെ ആയാലും നല്ലൊരു സർവീസാണ് അവരെ എടുത്തുനിന്ന് കിട്ടുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊരു എന്താ പറയുക എന്ത് സാധനങ്ങൾ വാങ്ങാനോ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിഷാനിൽ വരാം. എല്ലാ ഹോം അപ്ലയൻസസും അവിടെ അവൈലബിൾ ആണ്. അതായത് അഥവാ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹൗസ് വാമിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നേരെ നിഷാനിലേക്ക് പോയിട്ട് ഗൈസ് നല്ല അടിപൊളിയാണ് അവിടെ നിഷാനിൽ. അത് നമ്മൾ നേരെ തിരിച്ച് അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇതിൻ്റെ വീട്ടിലത്തെ മഴ പെയ്യുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ഗൈസ് കണ്ടത്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ബൈ ബൈ.